ഹായ് ഓൾ, വെൽക്കം ടു കെമഗിലം ഫീൽഡ് ദ കെമിസ്ട്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഷെയർ ചെയ്ത് തന്നത് മിസ്റ്റർ ഹെഡിയാല ബി ചന്ദ്രശേഖറാണ്. താങ്ക് യു ചന്ദ്രശേഖർ ഫോർ ഷെയറിങ് ദിസ് വിത്ത് മീ. അപ്പോൾ ഇവരുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൽ 75 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയാണ്, ബാക്കി 25 എന്ന് പറയുന്നത് ഫോറൻസിക് നാർക്കോട്ടിക് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമ്മളെ എക്സാമിന് ഒരു ബെനിഫിറ്റായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ആയാലും PG ലെവൽ സിലബസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതന്നെ എലാബറേറ്റ് ചെയ്തൊന്നും നമുക്ക് സിലബസ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ അത് PSCൻ്റെ സൈറ്റിൽ PG ലെവലിൽ സയൻസിൽ നമുക്ക് കെമിസ്ട്രിയുടെ സിലബസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ സിലബസ് വെച്ച് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ 100 ക്വസ്റ്റ്യൻസും കെമിസ്ട്രി തന്നെ വരുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതുപോലെ എക്സാമിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ഗ്രൂപ്പിലും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുള്ള ആ നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയുള്ളൂ, കൂടുതലൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ PSC ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഈ എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഇനി ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ, കണ്ണിന് സുഖമില്ലാത്തവർക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുക. അല്ലാതെ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഞാനൊരു ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ട് അരിഹന്ത് പബ്ലിക്കേഷൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആമസോണിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച്, പിന്നെ എന്തിനാണ് റെക്കമെൻഡ് ചെയ്തതെന്നെല്ലാം ചോദിച്ച് ഒരുപാട് പേര് അതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കാര്യം റെക്കമെൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാതിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളെ അനുസരിച്ചിട്ടാണ്. അതായത് ഒരുപാട് പേർക്ക് ഒരു പെർട്ടിക്കുലർ ബുക്ക് തന്നു കഴിഞ്ഞാൽ പഠിക്കാം, കുറേ ഏജ് ഗ്യാപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സിലബസ് വെച്ചിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ബുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നവർക്കായാലും അത് വായിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ആ ബുക്ക് റെഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഗൈഡിലും ഒരുപാട് മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും, അല്ലാണ്ട് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത് വല്ല പുറത്തുള്ള ഏതെങ്കിലും ഫോറിൻ അതേഴ്സിൻ്റെ ഒക്കെ ഗൈഡ് ഉണ്ടെങ്കിൽ അത് പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സിലബസ് വെച്ച് തനിയെ പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കേണ്ട. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് ചോദിച്ചിട്ട് ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്, ഭയങ്കര മോശമായിട്ടൊക്കെ കുറേ പേര് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും എന്തിനാണ് ഞാനത് പറഞ്ഞു തന്നതെന്നായിപ്പോയി. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി, അങ്ങനെ ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അതിന് എനിക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക, ഇഷ്ടമില്ലാത്തവർ വാങ്ങിക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഏത് ക്വസ്റ്റ്യൻസും ഏത് കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുന്നത്തെ അറിവിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് അങ്ങനെയല്ലല്ലോ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുന്നവരുണ്ട്. അതിൽ നോക്കി അത് വാങ്ങിച്ചത് അതിലെ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി റെഫർ ചെയ്യാം. അപ്പോൾ ഒരു ഗൈഡ് നമ്മളെ ഇരുന്ന് പഠിക്കുമ്പോൾ അതിലെ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ആ മിസ്മാച്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകും. ആ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് പറയാവുന്നതാണ്. അപ്പോൾ പറയുന്ന കൂട്ടത്തിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ബെനിഫിറ്റ് ആകും. അപ്പോൾ എന്തെങ്കിലും ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതിന് തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് നോക്കുന്ന ഒരാൾക്ക് ആ പറഞ്ഞ പോർഷനിലുള്ള കാര്യങ്ങളൊന്നും തിരുത്തി അവർക്കത് പഠിക്കാൻ കൂടി ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് സജഷൻസ് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ iodometric titration of sodium thiosulfate with acidic dichromate solution 25 ml of X molar thiosulfate. The value of X is 0.2, 0.1, 0.6, 0.4. അപ്പോൾ ഇതിൽ iodometric titration കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, എത്ര മോളാർ തയോസൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ അയോഡോമെട്രി അല്ലെങ്കിൽ ഐഡിമെട്രി എന്ന് പറയുന്നത് വോളിമെട്രിക് അനാലിസിസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ അയഡിൻ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അയോഡോമെട്രി ഐഡിമെട്രിയും രണ്ടാണ്. ഐഡിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അയഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുത്തിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നതിന് ഐഡിമെട്രി എന്ന് പറയും. അയോഡോമെട്രി എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിൽ നിന്ന് അയഡിൻ ലിബറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അയോഡോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലും സ്റ്റാർച്ചാണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ എൻഡ് പോയിൻ്റ് ഏകദേശം നമ്മളൊരു പെയിൽ യെല്ലോ കളർ ആകുമ്പോഴാണ് ഈ സ്റ്റാർച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലൂ കളർ വരും, പിന്നെ അത് ബ്ലൂ കളർ പോകുന്നത്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എൻഡ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിയണം, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് അറിയണം. അപ്പോൾ നിങ്ങൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും, ഫൈനൽ റിയാക്ഷൻ എഴുതുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു റിയാക്ഷൻ്റെ ഫൈനൽ റിയാക്ഷനാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. Cr2O7 - plus 6I- plus 14H plus gives 3I2 plus 3Cr3 plus 7H2O. ഇതാണ് ഫസ്റ്റ് അസിഡിക് ഡൈക്രോമേറ്റിലുള്ള അതിൻ്റെ റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യും, ഇവിടെ എന്ന് വെച്ചാൽ ഡൈക്രോമേറ്റ് അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് അയഡിൻ കിട്ടും. അയഡിൻ എന്ത് ചെയ്യും, തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു റിയാക്ഷൻ തരും. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് അറിയേണ്ടത്, ഇതിൻ്റെ മോൾ റേഷ്യോ ആണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡൈക്രോമേറ്റ് 1 മോൾ ഡൈക്രോമേറ്റിൽ നിന്ന് 3 മോൾ അയഡിൻ ലിബറേറ്റ് ചെയ്യും. അതുപോലെ 1 മോൾ അയഡിൻ 2 മോൾ തയോസൾഫേറ്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1 മോൾ ഡൈക്രോമേറ്റിൽ നിന്ന് 3 മോൾ അയഡിൻ കിട്ടും. അപ്പോൾ 6 മോള് നമ്മൾ തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 1 മോള് ഡൈക്രോമേറ്റിൽ നിന്ന് 6 മോള് തയോസൾഫേറ്റു ആയിട്ടുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിത് പറയാം, ഫൈനലായിട്ട് 6 മോള് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ തയോസൾഫേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈട്രേഷൻ ചെയ്യുന്നവർക്കറിയാം N/10 ആണ് നമ്മൾ നോർമാലിറ്റി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 6/10 എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ 0.6 മോളാർ എന്നാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ ആൻസർ 0.6. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഹാസ് 2 മാജിക് നമ്പേഴ്സ് ഫോർ ക്ലോസ്ഡ് ന്യൂക്ലിയർ ഷെൽ 8, 10, 10, 20, 50, 80, 80, 82, 130. അപ്പോൾ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു അറ്റോമിക് ന്യൂക്ലിയയിൽ അതിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ നമ്പർ മാജിക് നമ്പേഴ്സ് ആണെങ്കിൽ അത് ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 8, 20, 28, 50, 82, 126. അപ്പോൾ ഈ നമ്പേഴ്സ് ഈ 2, 8, 20, 28, 50, 82, 126 ഈ നമ്പേഴ്സ് ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ഉണ്ടെങ്കിൽ ആ ഒരു അറ്റോമിക് ന്യൂക്ലിയ എപ്പോഴും എന്തായിരിക്കും, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇവിടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 എന്നുള്ളൊരു നമ്പർ മാജിക് നമ്പർ അല്ല. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ പോയി. പിന്നെ 50, 82 ഉണ്ട്. അതുപോലെ 130 എന്ന് പറയുന്ന നമ്പർ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എത്രയാണ്, 50, 82. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റാലിക് സിൽവർ ക്രിസ്റ്റലൈസസ് ഇൻ FCC ലാറ്റിസ് സ്ട്രക്ചർ വിത്ത് എ യൂണിറ്റ് സെൽ ലെങ്ത് ഓഫ് 40 നാനോമീറ്റർ. ദ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് എക്സ്റേ ബീം ഫ്രം 210 plane of silver is 30 degree. The wavelength of X-ray used is close to 11 nanometer, 18 nanometer, 25 nanometer and 32 nanometer. ഇത് സോളിഡ് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് എ തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നുണ്ട് എൻ തന്നിട്ടുണ്ട്. ഇത് HKL പ്ലെയിൻ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് N lambda equal to 2D sin theta ആണ്. N equal to 1 ആണ്. A equal to 40 ആണ്. അതുപോലെ HKLൻ്റെ വാല്യൂ 210, തീറ്റ 30 ഡിഗ്രി ആണ്. അതുപോലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, 1/2. ഓക്കെ, നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ലാംഡയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഡി വേണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. ഡി പറയുന്നത് A/√H² + K² + L² ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്, 40 ആണ്. അപ്പോൾ നാനോമീറ്റർ മീറ്റർ ആക്കി മാറ്റണ്ട, കാരണം എന്താ, നമ്മൾ ആൻസർ നാനോമീറ്ററിലാണുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ 40 / √2² + 1² + 0. അപ്പോൾ 40/√5 എന്ന് വരും. 17.93 നാനോമീറ്ററിന് ഡീൻ്റെ വാല്യൂ വരും. പിന്നെ നമ്മൾ ലാംഡ എന്ന് പറയുമ്പോൾ എന്ത് വരും, 2D sin theta / N. എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 2 × 70.93 × 1/2. അപ്പോൾ ആൻസർ 70.93 ഏകദേശം 18 നാനോമീറ്റർ. അപ്പോൾ ആൻസർ എന്താണ്, 18 നാനോമീറ്റർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഫിഷൻ ഓഫ് uranium-235 വിത്ത് തെർമൽ ന്യൂട്രോൺ. ദ പെർസെൻറ്റേജ് ഓഫ് ന്യൂക്ലിയൈ കൺസിഡറിംഗ് അൺസിമെട്രിക്കൽ ഫിഷൻ ഈസ് മാക്സിമം. ഇൻ ഈച്ച് ഫിഷൻ 1 thermal neutron is produced. Magnitude of energy released per fission is of order 200 mega electron volt. Correct statement is or are 1 and 2, 1 and 3, 2 and 3 and 3 only. അപ്പോൾ നമ്മൾ uranium-238നെ തെർമൽ ന്യൂട്രോണുമായിട്ടുള്ള റിയാക്ഷൻ ഫസ്റ്റ് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. uranium-235 പ്ലസ് ന്യൂട്രോൺ ഗിവ്സ് ബേരിയം ക്രിപ്റ്റോണും തരും, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തരും 3 ന്യൂട്രോൺ കൂടി തരും. ഇത് പിന്നെ ചെയിൻ റിയാക്ഷനൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കൺസെപ്റ്റ് നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് ന്യൂക്ലിയൈ കൺസിഡറിങ് അൺസിമെട്രിക്കൽ ഫിഷൻ ഇസ് മാക്സിമം. എനിക്ക് ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ പോയിന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനറിയില്ല, കാരണം എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇൻ ഈച്ച് ഫിഷൻ 1 thermal neutron is produced. അത് തെറ്റാണ്. കാരണം എന്താ, 3 ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ നമുക്ക് എ കട്ട് ചെയ്യാം, അതുപോലെ സിയും കട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പോസ്റ്റിലേറ്റ് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി റിലീസ്ഡ് പെർ ഫിഷൻ ഈസ് ഓഫ് ഓർഡർ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ ബൈൻഡിങ് എനർജി പറയുന്ന സമയത്ത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് അതിൻ്റെ എനർജി വരുന്നത്. അപ്പോൾ 3 കറക്റ്റാണ്. 1ൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല, എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ തൽക്കാലം 3 ഓൺലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും എയും സിയും അല്ല എന്ന് വിചാരിക്കാം. 1 കറക്റ്റാണോ എന്ന് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം 3 ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റോൾ ഓഫ് ഫോസ്ഫോറിക് ആസിഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് Fe2 with dichromate using diphenylamine sulfonate as indicator is to avoid aerial oxidation of Fe2, reduce the electrode potential of Fe3 plus to Fe2 plus, stabilize the indicator, stabilize potassium dichromate. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ലബോറട്ടറി കെമിസ്ട്രിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. added to reduce the electrode potential for the Fe3 plus to Fe2 plus reaction by stabilizing ferric ion. ഓക്കെ, അപ്പോൾ ഡൈഫിനെലാമീൻ ഇൻഡിക്കേറ്റർ ആയിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ടൊരു കളർ ചേഞ്ച്, ഗ്രീൻ ടു വയലറ്റ് എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ കളർ ചേഞ്ച് തരും. അതുകൊണ്ട് ഡൈഫിനെലാമീൻസ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? റെഡ്യൂസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് Fe3 plus to Fe2 plus. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ദ റേഡിയേഷൻ കോമൺലി ഡിറ്റക്റ്റഡ് ഈസ് ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ ആൻഡ് എക്സ് റേ. അപ്പോൾ ഇതിൽ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്താണെന്ന് ആദ്യം അറിയണം. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എലമെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പിൾ എന്ത് ചെയ്യും, ന്യൂട്രോണായിട്ട് ബോംബാർഡ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കിട്ടും. അപ്പോൾ ആ ഐസോടോപ്പ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതെന്ത് തരും? ഗാമ റേസ് ആണ് എമിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് റിലേസ് ഓൺ എക്സൈറ്റേഷൻ ഓഫ് ന്യൂട്രോൺ, excitation by neutron so that it treated as the treated sample emit gamma rays. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഗാമ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ഗഡോലിനിയം ഇൻ ഗഡോലിനിയം Cl GdCl3 6H2O is 3689. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഗഡോലിനിയം 3 ക്ലോറൈഡ്, അതുപോലെ സ്മോൾ 4F ട്രൈക്ലോറൈഡ്സ് അല്ലെങ്കിൽ ട്രൈബ്രോമൈഡ്സ് വിത്ത് 6H2O 2Cl- അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു 8 കോർഡിനേറ്റ് നമ്പറുള്ള ഒരു കോമ്പൗണ്ടാണ് തരിക. ഇത് നമ്മൾ ജനറലി UCl3 എന്നാണ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ സ്മോൾ F ഓർബിറ്റൽസ് ഉള്ളത് പറഞ്ഞു. അപ്പോൾ ലന്താനം, സീറിയം, ബ്രോമിത്യം ഒക്കെ ഈ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിൽ വരും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 8. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ബിലോ ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഇൻ പ്രോട്ടോൺ NMR ആൻഡ് C13 NMR, TMS, ബെൻസിൻ, CdCl3, D2O. അപ്പോൾ നമ്മൾ NMR എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. NMRൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ പ്രോട്ടോൺ NMRൽ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന TMS ആണ്, ടെട്രാമീഥൈൽ സിലൈൻ. അപ്പോൾ ആ കൂട്ടത്തിൽ വേറെ 2 കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. P13 NMR യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ TMS അല്ല സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുക. 85% ഫോസ്ഫോറിക് ആസിഡാണ്. അതിന് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറയും.
അതുപോലെ F19NMRലാണെങ്കിൽ CFCl3, അതായത് ട്രൈക്ലോറോ ഫ്ലൂറോ മീഥേൻ ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുക. ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഫോർ ദ പ്രോസസ് ഒക്കറിങ് ഇൻ മാസ് സ്പെക്ട്രോമീറ്റർ? വേപ്പറൈസേഷൻ, അയണൈസേഷൻ, ആക്സിലറൈസേഷൻ, ഡിഫ്ലക്ഷൻ, ഡിഫ്യൂഷൻ. അപ്പോൾ വേപ്പറൈസേഷൻ, അയണൈസേഷൻ, ആക്സിലറേഷൻ, ഡിഫ്യൂഷൻ ആൻഡ് ഡിറ്റക്ഷൻ, അങ്ങനെയാണ് സാധാരണ മാസ് സ്പെക്ട്രോമീറ്ററിലെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മാസ് സ്പെക്ട്രോമീറ്ററിൽ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ മോളിക്യൂൾ സാമ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് അതിനെ ഗ്യാസ് ഫേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? വേപ്പറൈസേഷൻ. അപ്പോൾ ആ വേപ്പറൈസ് ചെയ്തിട്ട് കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ബീം വെച്ചിട്ട് ബോംബാർഡ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? റാഡിക്കൽ കാറ്റോണായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ പോസിറ്റീവ് അയോൺസ്, അതായത് മാസ് സ്പെക്ട്രത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പോസിറ്റീവ് അയോൺ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ നെഗറ്റീവ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റും. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അത് നെഗറ്റീവ് പ്ലേറ്റിലോട്ടേക്ക് മൂവ് ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യും? നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ഓർഡർ എന്തായിരിക്കും? ആദ്യം നമ്മൾ വേപ്പറൈസേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അയണൈസേഷൻ, ആക്സിലറേഷൻ, ഡിഫ്യൂഷൻ ആൻഡ് ഡിറ്റക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോനെഗറ്റിവിറ്റി is the energy required for the gaseous atom to gain electron. Electronegativity is the attraction of an electron for a bonding pair of electron. Electronegativity is the attraction between nucleus and the valence electron of atom. Electronegativity is the ability of an atom to attract electrons from another atom. കേൾക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് എ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് എ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫ്ലൂറിനാണ്, ഏറ്റവും ലീസ്റ്റ് വാല്യൂ സീഷ്യത്തിനാണ്. അതുപോലെ തന്നെ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ അലോങ് ദ പീരീഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ അട്രാക്ഷൻ ഓഫ് എൻ ആറ്റം ഫോർ എ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഈക്വൽ വോളിയം ഓഫ് 0.1 mol per DNQ solution are arranged in the order of increasing pH, what is the correct order? അപ്പോൾ ഇവിടെ അസിറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതുപോലെ ഇഥൈലാമീൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെ 4 സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 4 സൊല്യൂഷൻ നമ്മൾ pHൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ pH എന്ന് പറയുമ്പം H+ൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് പറയാം. അപ്പോൾ 7 ആണ് ന്യൂട്രൽ, 7ൻ്റെ താഴെയുള്ളതിനെ നമ്മൾ അസിഡിക് എന്നും 7ൻ്റെ കൂടുതലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ബേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ pH എഴുതുന്ന സമയത്ത് ഏറ്റവും കുറവ് വാല്യൂ ആർക്കാണ്? ആസിഡിനാണ്, പിന്നെ ന്യൂട്രലാണ്, പിന്നെ ബേസിനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്. അതുപോലെ ഇഥൈലാമീൻ എന്ന് പറയുന്നത് വീക്ക് ബേസ് ആണ്. നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഓർഡർ എങ്ങനെ വരും? ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കുറവ് pH വാല്യൂ നൈട്രിക് ആസിഡിന് വരും. അത് കഴിഞ്ഞിട്ട് അസിറ്റിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് വീക്ക് ബേസ്, അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ബേസ്. അപ്പോൾ ഓർഡർ HNO3, നൈട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ഇഥൈലാമീൻ ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ്, consider the standard electrode potential. Mg2 plus 2 electron gives Mg and E0 value minus 2.36 volt. Zn2 plus 2 electron gives Zn. E0 value 0.76 volt. What is the cell potential for the voltaic cell produced when 2 half cells are connected? Minus 1.6 volt plus 1.6 volt minus 3.12 volt plus 3.12 volt. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഹാഫ് സെൽസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അത് കപ്പിൾ ചെയ്തിട്ട് ഒരു വോൾട്ടൈക് സെല്ല് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വോൾട്ടൈക് സെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഒരു ആനോഡ് വേണം, ഒരു കാഥോഡ് വേണം. അപ്പോൾ ഇതിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, അവിടെയാണ് നിങ്ങൾ ആൻസർ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആനോഡും കാഥോഡും തിരിച്ചറിയുക? അപ്പോൾ നോർമലി നമ്മൾ എടുക്കുന്ന റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E0 വാല്യൂ ഹയർ ആണെങ്കിൽ നമ്മൾ അതിനെ കാഥോഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മഗ്നീഷ്യത്തിന് 2.36 ആണ്, മൈനസ് 2.36. സിങ്കിൻ്റെ വരുമ്പോൾ മൈനസ് 0.76. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ? സിങ്കിനാണ് കൂടുതൽ വാല്യൂ. അപ്പോൾ സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. കാഥോഡിൽ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. അപ്പോൾ മെഗ്നീഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മെഗ്നീഷ്യത്തിൽ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ Mg എന്തായിട്ട് മാറും? Mg2 plus 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ E0 എന്ന് പറയുന്നത് Mg2 plus Mg ആവുന്നതിൻ്റെ
റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. അപ്പോൾ പ്ലസ് 2.36 വോൾട്ട് എന്ന് വരും. അതുപോലെ സിംഗിൾ എന്താണ് സംഭവിക്കുന്നത്, സിംഗിൾ റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സീറോ വാല്യൂ അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനായി, ഇവിടെ റിഡക്ഷനായി. അപ്പോൾ ഈ സെൽ എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി, 1.62 വോൾട്ട് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ സീറോ സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. അപ്പോൾ നമുക്ക് കാഥോഡും അറിയാം ആനോഡും അറിയാം. അപ്പോൾ കാഥോഡിൻ്റെ വാല്യൂ എത്രയാണ്, 0.76 വോൾട്ടാണ്. മൈനസ് ആനോഡിൻ്റെ വാല്യൂ എത്രയാണ്, മൈനസ് 2.36 വോൾട്ട്. അപ്പോൾ എത്ര കിട്ടി, 1.62 വോൾട്ട്. അപ്പോൾ ആൻസർ എന്താണ്, 1.6 വോൾട്ട്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് എനർജി ഓഫ് ദ ഓർബിറ്റൽ വിത്തിൻ എ സിംഗിൾ എനർജി ലെവൽ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ എൻ വാല്യൂവിൻ്റെ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓർബിറ്റൽസിൻ്റെ എനർജി, SPDFൻ്റെ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ്സിനാണ് എപ്പോഴും എനർജി കുറവ്. അത് കഴിഞ്ഞിട്ട് പി, അത് കഴിഞ്ഞിട്ട് ഡി, അത് കഴിഞ്ഞിട്ട് എഫ്. ഇത് ഏത് പ്രിൻസിപ്പിളാണ്, ആഫ്ബ പ്രിൻസിപ്പിളാണ്. ആഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരം എനർജീൻ്റെ ഓർഡർ ഒരു ലൈനൊക്കെ, അതായത് ഒരു സിക്സാക് ലൈൻ പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എൻ വാല്യൂവിൻ്റെ എസ്സിനായിരിക്കും ഏറ്റവും കുറവ്. അത് കഴിഞ്ഞ് പി, അത് കഴിഞ്ഞിട്ട് ഡി, അത് കഴിഞ്ഞിട്ട് എഫ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ഇൻട്രാമോളിക്കുലർ ബോണ്ടിങ് ഇൻ HCN? ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ H+ and CN- ഓൺലി വാൻ ഡെർ വാൾ ഫോഴ്സസ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ പെയർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കണം, ഇൻട്രാമോളിക്കുലർ ആണ്. ഇൻട്രാ എന്ന് പറയുന്നത് ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബോണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ HCN എന്ന് പറയുമ്പോൾ H+ CN- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ H+ and CN- ആണ് ആൻസർ. ഇനിയിപ്പോൾ ഇൻ്റർ എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് ഇൻ്റർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 മോളിക്യൂൾസ് ആണെങ്കിൽ HCN എന്താണ്, HCN എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു HCN മോളിക്യൂൾ ഒരു ഡൈപോള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു വാൻ ഡെർ വാൾ ഫോഴ്സ് ഉണ്ടാക്കാം. ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് വാൻ ഡെർ വാൾ ഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ വാൻ ഡെർ വാൾ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു HCN വേറൊരു HCN തമ്മിൽ എന്തുണ്ടാവും, ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. കാരണം എന്താ, ഇൻട്രാമോളിക്കുലർ ഉണ്ടാവണമെങ്കിൽ ഒരു മോളിക്യൂളിൽ തന്നെ ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തൊരു സ്പീഷീസും, അതായത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്ക് ഒരു ഹൈഡ്രജൻ, അതുപോലെ വേറൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൂടി വേണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇവിടെ എന്താണ്, പ്യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. ഇൻ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാൻ ഡെർ വാൾ ഫോഴ്സ് ഉണ്ടെന്ന് പറയാം, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്ന് പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100 cm³ ഓഫ് NaOH സൊല്യൂഷൻ ഓഫ് pH 12 ഈസ് മിക്സ്ഡ് വിത്ത് 900 cm³ ഓഫ് വാട്ടർ. വാട്ട് ഈസ് ദ pH ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ? 1, 3, 11, 13. അപ്പോൾ ഇവിടെ cm³ എന്ന് പറയുന്നത് 1 cm³ = 1 ml ആണ്. അത് ഫസ്റ്റ് നോട്ട് ചെയ്യാം. ഇപ്പോൾ 100 ml NaOH സൊല്യൂഷൻ്റെ pH തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താണ്, വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഡയലൂട്ട് ചെയ്യുകയാണ്. ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന pH എത്രയാണ്. അപ്പോൾ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും pH എന്താ കൂടില്ല, കുറയേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വാല്യൂ 13 എന്തായാലും വരില്ല. അതിൻ്റെ താഴെയുള്ള ഏത് വാല്യൂ ആണ് വരുന്നത് നോക്കാം. അപ്പോൾ കാൽക്കുലേഷൻ അറിയാത്തവർക്കും ഒരു ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ pH എന്ന് പറയുന്നത് -log H+ ആണ്. POH എന്ന് പറയുന്നത് 14 - pH ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കാണണം, POH കാണണം. POH എന്ന് പറഞ്ഞാൽ 14 - pH. അപ്പോൾ ഇത് കിട്ടി 2 എന്ന് കിട്ടി. ഇവിടെ pH എത്രയാണ്, 12 ആണ്. അപ്പോൾ POHൻ്റെ വാല്യൂ എത്ര കിട്ടി, 2 കിട്ടി. അപ്പോൾ OH- കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, POH എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്, -log കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. അപ്പോൾ OH- കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻² ആണ്. ഇനി ഡയലൂഷൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ 900 ml വാട്ടർ ആഡ് ചെയ്തു 100 ml സൊല്യൂഷനിലോട്ടേക്ക്. അപ്പോൾ ഓവറോൾ വോളിയം എത്രയായി, 1000 ആയി. അപ്പോൾ റേഷ്യോ എങ്ങനെ വരും, 1:10 വരും. അതായത് 10 ടൈംസ് നമ്മളത് ഡയലൂട്ട് ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ OH- കോൺസെൻട്രേഷൻ എങ്ങനെ വരും, /10 കൊടുക്കാം. അപ്പോൾ 10⁻³ എന്ന് വരും. അപ്പോൾ അതിൽ POH എന്ന് പറയുന്നത് -log OH- വരും. അപ്പോൾ POHൻ്റെ വാല്യൂ എത്ര കിട്ടി, 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ pH എത്ര കിട്ടും, 14 - 3 = 11 കിട്ടി. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ കമൻറ്റ് സെക്ഷനിൽ പറയാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോ 1-2 വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.